ജാനകി വി വിദ്യാധരൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അതാണ് നമ്മുടെ JSK. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് എ പ്രൊപ്പഗാൻഡ ഫിലിം. അതായത് കേരള സർക്കാരിന്, അതായത് പിണറായി വിജയൻ ഭരിക്കുന്ന കേരള സർക്കാരിനെ കുറ്റം പറയണം. അതിനു വേണ്ടിയിട്ട് എടുത്ത ഒരു സിനിമയാണ് ഇത്. എന്ത് വിടുവായി എന്ത് ബഗിടത്തര എഴുതി വെച്ചേക്കുന്നേ. ഇത് കാണുന്ന ആൾക്കാരൊക്കെ ബോളന്മാരാ, വെറുതെ എഴുതി വെച്ചേക്കുക. എന്നിട്ട് സർക്കാരിനെതിരെ സുരേഷ് ഗോപിയുടെ കഥാപ്രസംഗം, എന്നിട്ട് അതിന് കേരളത്തിനെതിരെയൊക്കെ എന്തോന്ന് ഫുള്ള് ഇത് പറയാം. കേരളയിൽ വേണ്ട, പിന്നെ കാളവണ്ടിയിലാണ് പോകേണ്ടത് ആൾക്കാർ. ഇപ്പോഴും പാലം വേണ്ടേ. ഇതേ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല. സ്ത്രീ സുരക്ഷ, എന്താ കേരളത്തിലെ സ്ത്രീകളുടെ സുരക്ഷയില്ലേ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിന്നെ സുരക്ഷിതത്വമുള്ള സംസ്ഥാനമാണ് കേരളം. പുറത്ത് പോയി നോർത്തിലൊക്കെ പോയി നോക്ക്. ആസാമിലും ബീഹാറിലും ഒഡീഷയിലൊക്കെ പോയി നോക്ക്. ഗോൾഡ് ഇട്ട് ട്രെയിനിന്റെ പുറത്ത് കൈയിട്ട് കഴിഞ്ഞാൽ ഗോൾഡ് ഊരിക്കൊണ്ടുപോയില്ല, കൈവെട്ടിയും കൊണ്ടുപോകും. എന്നിട്ട് അവർ സൗകര്യത്തിൽ എവിടെയും പോയിട്ട് ഊരിയെടുക്കും ഗോൾഡ്. ഇവിടെ ഇത്രയും സൗകര്യത്തിൽ സുഖിച്ച് ജീവിച്ചിട്ട് നമ്മളെല്ലാ അർത്ഥത്തിലും അത്രയും ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ് നമ്മുടേത്. പുറത്ത് തന്നെ ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയില്ല, കേരളം എന്ന് പറയുള്ളൂ. ഇത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ. പല രാജ്യങ്ങളും കേരള ഇൻ ഇന്ത്യ, അങ്ങനെ കേരള ഒരു സെപ്പറേറ്റ് രാജ്യം എന്ന് വിചാരിക്കുന്ന പല ആൾക്കാരുണ്ട് ലോകത്ത്. അപ്പൊ അത്രയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉള്ള, അത്രയും ക്വാളിറ്റി ഓഫ് എന്താ പറയാ ലൈഫ് സ്റ്റാൻഡേർഡ്സ് ഉള്ള ഇവിടെ ഒന്ന് കേരളയിൽ ആൾക്കാർ പോകണ്ടേ? സമയത്തിന് വിലയില്ലേ? ലോകത്ത് പണം കൊടുത്ത വാങ്ങാൻ കിട്ടാത്ത ഒരു സാധനം എന്ന് പറയുന്ന സമയമാണ്. ബാക്കി എന്ത് നിങ്ങൾക്ക് ഒപ്പിച്ചെടുക്കാം. സമയം പോയ തന്നെ. ഇതൊന്നും അറിയാത്ത കുറേ എന്നിട്ട് പറയാ കേരളത്തിന്റെ മയിൽക്കുറ്റി വെക്കാം. അതല്ല പിന്നെ എന്താ? അപ്പൊ റോഡ് വേണ്ടേ? നാട്ടിൽ നല്ല പാലം വേണ്ടേ? ഇവിടെ ട്രാഫിക് സംവിധാനങ്ങൾ വേണ്ടേ? ആൾക്കാർ സഞ്ചരിക്കണ്ടേ? സമയത്തിന് വിലയില്ലേ? നല്ല ഹോസ്പിറ്റൽസ് ഇല്ലേ ഇവിടെ? എന്തൊക്കെ പരിപാടികൾ ഇവിടെ ഉണ്ട്? നല്ല വിദ്യാഭ്യാസം ഇല്ലേ ഇവിടെ? പിന്നെ മറ്റേ പൊതുവിദ്യാഭ്യാസം എത്ര മികച്ചതാ? ഇവിടുത്തെ സ്കൂൾസ് എത്ര? ഞാൻ സ്കൂൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. എനിക്കറിയില്ല ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂൾസിന്റെ പണ്ടത്തെ, ഞാൻ പഠിച്ച സമയത്തുള്ള അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും. പണ്ടൊന്ന് +2 ആരും അഡ്മിഷൻ കൊടുക്കൂല ഗവൺമെന്റ് സ്കൂൾ. മാനേജ്മെന്റ് സ്കൂളാണ് ഫസ്റ്റ് ചോയ്സ് കൊടുക്കും. ഇപ്പൊ ഗവൺമെന്റ് സ്കൂൾ അഡ്മിഷൻ കിട്ടൂല. +2 അഡ്മിഷൻ കിട്ടൂല. നിങ്ങൾക്ക് അത്രയും മാർക്ക് ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ. മയിൽക്കുറ്റി പ്രൊപ്പഗാൻഡ പറയുന്നത് ലോജിക്ക് വേണ്ടേ? അവസാനമായപ്പോ ഇത് വെറും പ്രൊപ്പഗാൻഡ പടാന്ന് മനസ്സിലായി. അങ്ങനെ ഓവറോൾ എന്തൊക്കെ ചെയ്തിട്ടും ഒരു മെനയാവാത്ത ഒരു പ്രൊപ്പഗാൻഡ പടം. അതാണ്